ഓ ആരോ ഓടിക്കുന്നത് നോക്കിക്ക, ഡ്രൈവർ അന്തു. കുഴപ്പമില്ല അല്ലേ, എന്നാ ഞാനും ഇറങ്ങട്ടെ. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ഞാൻ പറയാതെ തന്നെ ബായ് പറഞ്ഞ. Hi guys, a very good morning and one of the freshest morning I had in Kerala. ഹിമാലയാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഹിമാലയാസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എൻ്റെ ഓർമ്മ ഇസ് ലിവിങ് വിത്ത് മീ ആയിട്ട്. നിങ്ങൾ എല്ലാവരും പറ്റുമെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യുക, ട്രെക്ക് ചെയ്യണം. തയ്യാറബുക്കിയാൽ എന്നെ ചെയ്താൽ ഇറ്റ്സ് റിയലി ഗുഡ്. കേന്ദ്രനാഥയൊക്കെ ഭയങ്കര ക്രൗഡാണ്, തയ്യാറബുക്കിയാൽ ഇറ്റ്സ് റിയലി ഗുഡ്. സോ ഐ എം ഫീലിംഗ് വെരി റിഫ്രഷ്ഡ്, വെരി ഹാപ്പി, ഫ്രഷ് മൗണ്ടൻ എയർ. ആൻഡ് പ്രിയ ഇതൊക്കെ ഇറങ്ങുവാണ്. ട്രീ ഹൗസിൽ നിന്നുള്ള എൻ്റെ ഒരു വ്യൂ നോക്ക്. എങ്ങനെ നിങ്ങൾ, ഹൗ ക്യാൻ യു നോട്ട് ഫീൽ ഹാപ്പി ആൻഡ് റിഫ്രഷ്? നിങ്ങൾ ടി വിയിൽ കാണുവാണെങ്കിൽ തന്നെ, നിങ്ങൾക്ക് ഇത് രാവിലെയൊക്കെ കാണുവാണെങ്കിൽ ഐ എം ഷുവർ യുൽ ഫീൽ ദ കോൾഡ്, യുൽ ഫീൽ ദ ഫ്രഷ്നെസ്, യുൽ ഫീൽ ദി ഹാപ്പിനെസ്. പെരിയാർ തീരത്ത് ഒരു ട്രീ ഹൗസ്, ഇത് അത് അന്തുവിൻ്റെ ട്രീ ഹൗസ്, അത് ജെഫ്രിൻ്റെ ട്രീ ഹൗസ്. അപ്പോൾ ജെഫ്രിൻ എഴുന്നേറ്റിട്ടുണ്ട്, അന്തു എഴുന്നേറ്റുണ്ടെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ഒന്ന് അങ്ങോട്ട് പോവാം. ഗൈസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം ഒരുപാട് പേർക്ക് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്, മക്കൾക്ക്, കസിൻസ് ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം എഡ്യൂക്കേഷനെ പറ്റിയാണ്. ആൻഡ് ഐ ഓൾവേസ്, നിങ്ങൾ എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ പാഷൻ, സ്പോർട്സ് ആണെങ്കിലും ആർട്ടാണ്, എന്താണെങ്കിലും എഡ്യൂക്കേഷൻ ഇസ് എ മസ്റ്റ്. നിങ്ങൾ മറ്റേ മാർക്ക് സുക്കംബർഗ് ഒന്നും കോളേജ് കംപ്ലീറ്റ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് അതുപോലെ ഒരിക്കലും ചെയ്യരുത്. എഡ്യൂക്കേഷൻ ഇസ് എ മസ്റ്റ്. എന്നെ എന്തായാലും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോൾ പറയാൻ വന്നത്, ഒരുപാട് പേർക്ക് എബ്രോഡിൽ പോയി പഠിക്കാനാണ് താല്പര്യം. എനിക്കും ഭയങ്കര താല്പര്യമായിരുന്നു. പക്ഷേ ഞാൻ പഠിച്ചത്, എനിക്ക് അമേരിക്കയിൽ പോയി പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ അന്ന് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ലോൺ എടുക്കണമെന്ന് താല്പര്യമില്ല. കാരണം ഈ അമേരിക്കയിലൊക്കെ നല്ല കോളേജിൽ പോയി ലോൺ എടുത്തു കഴിഞ്ഞാൽ ഹാഫ് ഓഫ് മൈ ലൈഫ് ഐ ന്യൂ ലോണിൽ കൂടെ തന്നെ പോകുന്നു, സ്റ്റുഡൻറ്റ് ലോൺ ആണെങ്കിലും. ആൻഡ് ഫാദറിന് അത്രയൊരു ഫിനാൻഷ്യൽ കേപ്പബിലിറ്റി ഇല്ലായിരുന്നു. ബട്ട് ഹി ഗേവ് മി ദ ബെസ്റ്റ്, ഹി ഗേവ് മി ദ സെക്കൻഡ് ബെസ്റ്റ് ഓപ്ഷൻ. ദാറ്റ് ഇസ് ബാംഗ്ലൂരിൽ ഒരു വർഷം പഠിക്കുക, അത് കഴിഞ്ഞിട്ട് US പോയി പഠിക്കുക. പക്ഷേ അങ്ങനെ പഠിച്ച പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് US ജോബ് പ്ലേസ്മെൻറ്റ്സ് ഒന്നും കിട്ടില്ല. ആൻഡ് എനിവേ ഐ വാണ്ടഡ് ടു കം ബാക്ക് ടു ഇന്ത്യ. ഈ ഒരു ഓപ്ഷൻ ഈ എഡ്യൂവെൽറ്റ് എന്ന് പറഞ്ഞ ഒരു ഏജൻസി എന്നെ കോൺടാക്ട് ചെയ്തു. ആൻഡ് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഐ വാസ് സോ ഷോക്ക്ഡ് വെൻ വാട്ട് ദേ ഹാഡ് ടോൾഡ് മീ. സോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇവിടെ ഇൻഫർമേഷൻ ഉണ്ട്, ഞാൻ അതുപോലെ കുറച്ച് പറയാം റഫായിട്ട്. ബാക്കിയുള്ള ഡീറ്റെയിൽ നിങ്ങൾ എഡ്യൂവെൽറ്റിനെ തന്നെ കോൺടാക്ട് ചെയ്യുക. ഫസ്റ്റ്ലി ജർമ്മനിയിൽ, ഞാൻ പോയതാണ് ജർമ്മനിയിലെ എഡ്യൂക്കേഷൻ ഒരു 90% പബ്ലിക് യൂണിവേഴ്സിറ്റീസാണ്. അപ്പോൾ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ ഓബ്വിയസ്ലി ഈ കോഴ്സസ് ഫ്രീ ആണ്. പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ കോഴ്സസ് ഫ്രീ ആണ്. പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് റിസർച്ച് ചെയ്തു. ഇവർ പറഞ്ഞു പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ കുട്ടികൾക്ക് അഡ്മിഷൻ വാങ്ങിക്കൊടുക്കും. പക്ഷേ ഞാൻ വിചാരിച്ചു അപ്പോൾ അവിടുത്തെ ലോക്കൽസിന് മാത്രമേ പറ്റുള്ളൂ എന്നല്ല. അപ്പോൾ ഞാൻ കുറേ റിസർച്ച് ചെയ്ത് പഠിച്ചത്, അവിടുത്തെ ഈ വീഡിയോ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞാൻ കുറേ റിസർച്ച് ചെയ്തു കേട്ടോ. സോ അവിടുത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ആർ റാങ്ക്ഡ് എമംഗ് ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ഇൻ ദ വേൾഡ്. അല്ലാതെ വെറുതെ ഒരു പൊട്ട യൂണിവേഴ്സിറ്റീസ് ഒന്നും അല്ല അവിടുത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റീസ്. അമേരിക്കയിലെ ഐവി ലീഗ്, ഹാർവേഡ് അല്ലെങ്കിൽ കാൽടെക് അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ വലിയ യൂണിവേഴ്സിറ്റീസ് എങ്ങനെയാണോ ആ ഒരു ക്വാളിറ്റി തന്നെയാണ് ഈ ജർമ്മനിയിലെ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആൻഡ് അവിടെ അവർ ഫോറിനേഴ്സിനെ എടുക്കും, ജർമ്മൻ ലോക്കൽസ് അല്ലാത്തവരെ. സോ ദാറ്റ് വാസ് എ ബിഗ് റെവലേഷൻ ഫോർ മീ. കാരണം പബ്ലിക് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ അങ്ങനെ ഫീസ് ഇല്ലല്ലോ. സോ അപ്പോൾ അങ്ങനത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ അഡ്മിഷൻ വാങ്ങിക്കൊടുക്കുന്നതാണ് ഈ എഡ്യൂവെൽറ്റ് എന്ന് പറഞ്ഞ ഒരു എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി സർവീസ് ചെയ്യുന്നത്. അപ്പോൾ അവർ അയച്ചു തന്നിരിക്കുന്നത്, അപ്പോൾ ദാറ്റ് ഇസ് 100% ട്രൂ. ആൻഡ് അവർ അയച്ചു തന്നിരിക്കുന്നത് സ്റ്റഡി, മാസ്റ്റേഴ്സ് ഡിഗ്രി എടുക്കാം, അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി എടുക്കാം. ആൻഡ് അത് തന്നെ മെയിൻ തിങ്, വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, ജർമ്മനി തന്നെ പഠിക്കണം എന്നില്ല. യു ക്യാൻ ലേൺ ഇൻ ഇംഗ്ലീഷ്. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ 90% മാർക്കൊന്നും വേണ്ട. 60% ഉള്ളവർക്ക് തൊട്ട് അവിടുത്തെ ഓരോ യൂണിവേഴ്സിറ്റീസിൽ ഇത് കിട്ടും. ആൻഡ് പിന്നെ IELTS ഒക്കെ വേണം. പിന്നെ എക്സ്പെൻസസ് ഒക്കെ കുറച്ച് എക്സ്പെൻസസ് ഉണ്ട്. അവരുടെ നമുക്കൊരു മിനിമം ബാങ്ക് ബാലൻസ് കാണിക്കണം. അത് തിരിച്ച് കിട്ടും കേട്ടോ, ഒരു ബ്ലോക്ക്ഡ് അക്കൗണ്ട് പോലെ. സർവീസ് ചാർജ് ഫോർ കൺസൾട്ടൻസി അതൊക്കെ ഡിപ്പെൻഡ്സ് ഓൺ എങ്ങനത്തെ യൂണിവേഴ്സിറ്റീസിൽ നിങ്ങൾക്ക് കിട്ടുന്നതെന്നൊക്കെ തോന്നുന്നു. സോ പിന്നെ വിസ ചാർജസ്. സോ എന്തായാലും സാധാരണ ഞാൻ പറയാം, പാർട്ട് ടൈം ഓപ്പർച്യൂണിറ്റി ഉണ്ട് ജർമ്മനിയിൽ. സോ അത് നിങ്ങളുടെ കഴിവ് പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൽ സെറ്റ് പോലെ കിട്ടും. ആൻഡ് യു ക്യാൻ ഏൺ അപ് ടു, അവർ പറയുന്നത് യു ക്യാൻ ഏൺ അപ് ടു 850 rupees per hour. അപ്പോൾ ഒരു 3 മണിക്കൂർ വർക്ക് ചെയ്താലും നിങ്ങൾക്ക് നിങ്ങളുടെ പോക്കറ്റ് മണിക്കുള്ള പൈസ കിട്ടും. ആ സമയത്ത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് തിങ്, നോ ട്യൂഷൻ ഫീസ്. സോ 15 ലക്ഷം 30 ലക്ഷം രൂപയൊക്കെ UK യിലും കാനഡയിലും അമേരിക്കയിലൊക്കെ വരുന്നിടത്ത് ഇവിടെ ട്യൂഷൻ ഫീ ഇസ് 0.
ഓക്കെ. അപ്പോൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫർ ലെറ്റർ യൂണിവേഴ്സിറ്റിയുടെ നിന്ന് വാങ്ങിത്തരും, വിസ ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്, അവിടെ പോയി നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് പിക്കപ്പ് ചെയ്യും, ഈ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ക്രിയേഷൻ, ഈ പ്രോസസ്സൊക്കെ അവർ ഹെൽപ്പ് ചെയ്യും, ട്രാവൽ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, സിറ്റി രജിസ്ട്രേഷൻ അസിസ്റ്റൻസ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എല്ലാം അവർ ഹെൽപ്പ് ചെയ്യും. സോ ആൻഡ് സാധാരണ ഞാൻ ഇവരോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് ഫുൾ പൈസയൊക്കെ ഈ അഡ്മിഷൻ കിട്ടുന്നതിന് മുമ്പൊക്കെയാണോ വാങ്ങുന്നത്, അല്ലെങ്കിൽ വരുമ്പോൾ തന്നെ ഫുൾ പൈസ തരണമെന്നൊക്കെ. പക്ഷേ അല്ല, ജസ്റ്റ് ഒരു ഇനീഷ്യൽ രജിസ്ട്രേഷൻ ഫീസ് മാത്രം കൊടുത്താൽ മതി, വിച്ച് ഇസ് നീഡഡ്. കാരണം കുറേ പേര് രജിസ്റ്റർ ചെയ്തിട്ട് പിന്നെ ഓഫർ ലെറ്റർ കിട്ടുമ്പോൾ ഒരു പൈസയും കൊടുക്കാതെ പോകാറുണ്ട്. അപ്പോൾ ചെറിയൊരു എമൗണ്ട് രജിസ്ട്രേഷൻ ഫീസ് ആയിട്ട് കൊടുക്കുക. പിന്നെ സെക്കൻഡ് പേയ്മെൻ്റ് ഒക്കെ ഓഫർ ലെറ്റർ കിട്ടുമ്പോൾ കൊടുത്താൽ മതി, തേർഡ് പേയ്മെൻറ്റ് വിസ കിട്ടുമ്പോൾ കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്, ഒറ്റയടിക്ക് പൈസയും കൊടുക്കണ്ട. അപ്പോൾ ഇതിനപ്പുറം ദർ ഇസ് നത്തിങ്. കാരണം ജർമ്മൻ യൂണിവേഴ്സിറ്റീസ് ആർ റിയലി ഗുഡ്. ആൻഡ് പബ്ലിക് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഫീസ് ഇല്ലാതെ പഠിക്കാൻ പറ്റുമെങ്കിൽ അവിടുത്തെ ജസ്റ്റ് അക്കോമഡേഷനും പിന്നെ ബേസിക് ഒരു യൂണിവേഴ്സിറ്റി അഡ്മിനിസ്ട്രേഷൻ ഫീ അങ്ങനെയൊക്കെ മാത്രം മതിയെങ്കിൽ നിങ്ങൾക്ക് കടവും കാണില്ല. നിങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ജോലിയും കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ തുടങ്ങാം. അല്ലാതെ 10 വർഷം കടം വീട്ടാൻ വേണ്ടി നിൽക്കണ്ട. അല്ലാതെ പിന്നെ വേറെ അഡ്വാൻറ്റേജ് 18 മാസം വരെ നമുക്ക് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ജർമ്മനി നിൽക്കാം. സോ യു ക്യാൻ ലുക്ക് ഫോർ യുവർ ഓൺ ജോബ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസ് പേഴ്സ് ചെയ്യാം. അതല്ലാതെ മാസ്റ്റേഴ്സും ഡിഗ്രീസും ഇംഗ്ലീഷിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാം. അതൊരു ഭയങ്കര വലിയ പ്ലസ് പോയിന്റ് ആണ്. പക്ഷേ ഓൺലി തിങ് ഇത് അവിടെ പോകാനായിട്ട് ബേസിക് റിക്വയർമെന്റ് 12th കഴിഞ്ഞ് ഡിഗ്രിയുടെ ഫസ്റ്റ് ഇയർ എങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ട്. സോ ടോട്ടൽ എഡ്യൂക്കേഷൻ യു നീഡ് ഇസ് ആക്ച്വലി 13 years. അപ്പോൾ 12th കഴിഞ്ഞ് ഡിഗ്രിയുടെ ഒരു വർഷം കൂടെ പഠിച്ചിട്ട് പോകാൻ പറ്റും, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷനും പോകാൻ പറ്റും. സോ മിനിമം ഇസ് 12th പ്ലസ് 1 year ഡിഗ്രി എങ്കിലും വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ പോയി അവരുടെ ഡിഗ്രിയും മാസ്റ്റേഴ്സ് കോഴ്സിനൊക്കെ ചേരാൻ പറ്റും. സോ ഐ ഫീൽ ഇസ് എ റിയലി ഗുഡ് ഓപ്പർച്യൂണിറ്റി ഫോർ പീപ്പിൾ ഗോയിങ് അബ്രോഡ്. എന്നോട് ഒരുപാട് പേര്, എസ്പെഷ്യലി പെൺകുട്ടികൾ ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് ഇസ് വെളിയിൽ പോയി പഠിക്കുമ്പോൾ ഏതാ ബെസ്റ്റ് ഓപ്ഷൻ. സോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അറ്റ്ലീസ്റ്റ് ഗിവ് ദിസ് എൻ ഓപ്ഷൻ. നിങ്ങൾ ഈ കൺസൾട്ടൻസിനെ വിളിക്കുക. ഞാൻ അടിയിൽ ഇവിടെ നമ്പറും കൊടുക്കാം, അല്ലാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. ആൻഡ് ദേ ആർ എ ജെന്യൂൻ ഏജൻസി. And just try to contact them and I wish you all the best. So നിങ്ങൾ ഇത് ഒരു ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് I wish all the best for the future. So എഡ്യൂവെൽറ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ആദ്യം കൊടുക്കാം. ബൈ. ദിയ ഗുഡ് മോർണിംഗ് പറയാൻ വന്നിട്ടുണ്ട്. ഞാൻ എന്തിൻ്റെ വീഡിയോ എടുത്തേണ്ടിരുന്നതെന്ന് അറിയാം. ഇവരെന്നോട് ചോദിക്കരുത് എന്തിൻ്റെയാന്ന്. ജർമ്മനിയിലെ യൂണിവേഴ്സിറ്റീസിൽ വെളിയിലത്തെ ആൾക്കാർക്കും ഫ്രീ ആയിട്ട് പോയി പഠിക്കാം. ഇപ്പൊ അമേരിക്കയിലൊക്കെ പോയി പഠിക്കണമെങ്കിൽ 20 ലക്ഷം 30 ലക്ഷമാണ് MBA ഒക്കെ. ജർമ്മനിയിൽ ഫ്രീ ആയി പഠിക്കാം. അങ്ങനത്തെ ഒരു ഏജൻസിനെ ഫ്രീ ആയിട്ട് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റീസ്. ഞാൻ അവിടുത്തെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡിലെ തന്നെ ടോപ്പാണ്. അല്ലാതെ നമ്മൾ സാധാരണ ഗവൺമെന്റ് സ്കൂൾസ് എന്നൊക്കെ പറയുമ്പോൾ നല്ലതല്ലാന്നല്ലേ വിചാരിക്കുന്നത്. അങ്ങനെയല്ല, ഫുൾ സെറ്റപ്പ് അവിടുത്തെ. പക്ഷെ ഫ്രീ. ഞാൻ അറിഞ്ഞെങ്കിൽ ഞാൻ പോയി പഠിച്ചാ നമ്മുടെ കാലത്ത്. ഞാൻ എത്ര 10-15 ലക്ഷം രൂപ കൊടുത്താ പോയി പഠിച്ചത്. അന്തൊക്കെ MBA എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോ കാര്യമില്ല. ജെഫ്രി ജർമ്മനിയിലൊക്കെ ആണെങ്കിൽ പിന്നെ നല്ല സോസേജും കിട്ടും. അതിനുവേണ്ടി MBA ഒന്നും കൂടെ എടുത്താലോ പോയി. നമുക്ക് 3 പേർക്ക് വേണമെങ്കിൽ 1 വർഷം പോയി ഒന്ന് MBA എടുത്തിട്ട് വരാം അല്ലേ. 1 വർഷത്തേക്കൊക്കെ കാണും ചിലപ്പോ. ജെഫ്രി ഫ്രീ ആണല്ലോ അല്ലേ. അപ്പൊ പോവാ, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ആണോ? ആ നന്നായി. ബ്രേക്ക്ഫാസ്റ്റ് അവര് റൂമിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കുന്നത്. ഇമാജിൻ ഇവിടെ ഇരുന്ന് ഇങ്ങനത്തെ ഒരു വ്യൂ കഴിക്കുന്നത്. ജെഫ്രിയുടെ റൂമിൽ തന്നെ ഇരുന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. എന്തൊരു ഫീലാന്ന് നോക്കിക്കേ. ഇങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല കേട്ടോ. ജസ്റ്റ് 3 ട്രീ ഹൗസ് ആൻഡ് ഈ ഇത്രയും ഏരിയ 15 ഏക്കറിലാണ്. ആൻഡ് ഇവിടെ നിന്ന് സ്മെല്ല് ചെയ്യുമ്പോൾ തന്നെ കാർഡമത്തിൻ്റെ ഒക്കെ സ്മെല്ല് കിട്ടും. കാറ്റ് ആ ഡയറക്ഷനിൽ നിന്ന് വരുവാണെങ്കിൽ കേട്ടോ. കാരണം ഇത് കാർഡമം പ്ലാന്റേഷൻ്റെ അകത്താണ്. അൺബിലീവബിളി ബ്യൂട്ടിഫുൾ. പിന്നെ വേറൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്നറിയോ, സാധാരണ ഈ ഹോം സ്റ്റേസ് എസ്പെഷ്യലി ഫോർട്ട് കൊച്ചിയിലുള്ളവരൊക്കെ പറയും ഫോറിനേഴ്സിന് വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. ഇവർ പറഞ്ഞിരിക്കുന്നത് ഇവർക്ക് ഇന്ത്യൻസിനെ അല്ലെങ്കിൽ മെയിനായിട്ട് നമ്മുടെ ആൾക്കാരെ തന്നെയാണ് വേണ്ടത്. ആ ഒരു രീതിയിലാണ് ഇവരുടെ ഫുഡും അല്ലെങ്കിൽ ഇവരുടെ ഒരു സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. എന്തിനാ ഫോറിനേഴ്സിന് മാത്രം വേണ്ടി ചെയ്യുന്നത്. ആൻഡ് ഇവരുടെ റേറ്റും അതുപോലെ തന്നെ ഫോറിനർ റേറ്റ് ഒന്നും അല്ല കേട്ടോ. വളരെ ഇക്കണോമിക്കൽ റേറ്റ് തന്നെയാണ്. ഞാൻ റേറ്റ് എനിക്കിപ്പോൾ അറിയാം, അത് കൂടുതലല്ല. പക്ഷേ ഞാൻ ചോദിക്കാം നമ്മുടെ OHS സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ റേറ്റ് അതെന്തായാലും കൊടുക്കും. 100% ഷുവറാണ്. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോൻ്റെ അവസാനം പറയാം. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇനി ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം മോട്ടോർ ബോട്ടൊക്കെ ചിലപ്പോൾ റെഡിയാക്കി തരും. കയാക്കിംഗ് ഉണ്ട്, ഓഫ് റോഡിംഗ് ഉണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട്. ജെഫ്രി ആറ്റി ചാടും എന്നൊക്കെ പറഞ്ഞിട്ട് ഫിഷിംഗ് ഉണ്ട്. മുങ്ങിപ്പിടിക്കും. മുങ്ങിയിട്ട് സ്രാവായിട്ട് ജെഫ്രി മുകളിലേക്ക് വരും. ഞാൻ എടുക്കാം കേട്ടാ. മറ്റേ നരസിംഹത്തിന്റെ തീം മ്യൂസിക് ഇടാം. ഈ ജിയോ എന്തിനാ രാവിലെ സ്വെറ്റർ ഒക്കെ ഇട്ടിരിക്കുന്ന ചൂടത്ത്. എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് റൂമിൽ കൊടുത്തയച്ചിട്ടുണ്ട്. ജെഫ്രിയുടെ സന്തോഷം ഉണ്ടല്ലോ. ആ ഇഡ്ഡലിയും ചമ്മന്തിയും
കോഫി സാമ്പാറും അതും ഈ ഒരു വെതറില് ബാക്കിലും കാണാണ് സൈഡിലും കാണാം. ഓ ഇഡ്ഡലി വിത്ത് മുട്ട. അത് ആദ്യം അങ്ങോട്ട് ഫുള്ളായിട്ട് കഴിക്കണം ജെഫ്രി. അയ്യേ മുട്ടയൊക്കെ ആരെങ്കിലും കടിച്ചു കഴിക്കും. ഫുള്ളായിട്ട് അങ്ങോട്ട് കയറ്റാം. അത് തന്നെ പ്രോട്ടീനായി. ഇത് നമുക്ക് ഇഡ്ഡലിയിലേക്ക് പോവാം. എത്ര 6 ഇഡ്ഡലിയാണല്ലോ ജെഫ്രിന് കൊടുത്തു വെച്ചിരിക്കുന്നത്. 8 എണ്ണം. എനിക്ക് കൊതിയാവുന്നു. അപ്പൊ ഞാനും പോയി കഴിച്ചിട്ട് വരാം കേട്ടോ. ബൈ. അടിപൊളിയല്ലേ. ഹാപ്പിനെസ് ഇസ് ദിസ്. നിങ്ങൾ ഇന്ത്യൻസ് ആണ് ഏറ്റവും വെക്കേഷൻ ഡിപ്രൈവ്ഡ് പോപ്പുലേഷൻ ഇൻ ദ വേൾഡ്. അത് മാറ്റണം. എവ്രി വൺ ഷുഡ് ടേക്ക് എ വെക്കേഷൻ, എസ്പെഷ്യലി ഇൻ ദ സ്ട്രെസ്ഫുൾ ടൈംസ്. നമ്മൾ ഫിസിക്കലി മെന്റലി ഭയങ്കരമായിട്ട് ഇപ്പം നിങ്ങൾ ആശുപത്രി പോകണമെങ്കിൽ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കില്ല. അതുപോലെ തന്നെയാണ് ഇതും. ഇറ്റ്സ് ബട്ട് എന്താ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞാൽ വെക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി മൈൻഡ് ഒക്കെ റിലാക്സ്ഡ് ആവും. യു റിലീസ് ദീസ് ഓക്സിടോക്സിൻ എന്നൊക്കെ പറഞ്ഞ പോസിറ്റീവ് ഹോർമോൺസ് വെൻ യു ആർ റിലാക്സ് ആൻഡ് ഹാപ്പി. അതുകൊണ്ട് നമ്മുടെ ഒരുപാട് അസുഖങ്ങളൊക്കെ മാറും, വരാതിരിക്കും. സോ ഓൾവേസ് ടേക്ക് എ വെക്കേഷൻ ആൻഡ് ദിസ് ഇസ് വൺ ഓഫ് ദ ഹൈലി റെക്കമെൻഡഡ് പ്ലേസസ് കേട്ടോ. ഞാൻ ഇപ്പൊ എത്തി. അവിടെ കാല് മാത്രം നിങ്ങൾക്ക് കാണാം. ആ ഒരു ട്രീ ഹൗസിൽ അത് അന്തുവിന്റെ കാലാണ്. അന്തു തീയൊക്കെ വെളിയിലിരുന്ന് കഴിക്കുവാണ്. ഞങ്ങളുടെ ടീമിന്റെ ഇപ്പോഴും ബെഡിൽ തന്നെയാണ്. പക്ഷെ അതെ ഇവിടെ ഫുഡ് വന്നിട്ടുണ്ട്. എനിക്കിത് കാണുമ്പോൾ ഞങ്ങൾ സിനിമ സെറ്റിലൊക്കെ ഫുഡ് സെർവ് ചെയ്യുന്ന പോലെ ഇങ്ങനത്തെ രാത്രി ഇങ്ങനെയാണ് അവർ ഫുഡ് സെർവ് ചെയ്യുന്നത്. എന്തായാലും ചൂട് ഇഡ്ഡലി, പുഴുങ്ങിയ മുട്ടയും സാമ്പാറും. അടിപൊളി. ഇവിടെ ഇരുന്ന് അങ്ങോട്ട് കഴിക്കാം. ഇതൊന്ന് നോക്കിക്കൊണ്ട്. ജെഫ്രി ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? വെറുതെ ഞാൻ കണ്ടു. അവിടെ നിന്ന് നോക്കിയപ്പോഴേ ഒരനക്കോലെ ഇവിടെ പിന്നെ ഒരു മുട്ട ഉണ്ടായിരുന്നു. അത് ഞാൻ കണ്ടു. അതെ. അപ്പൊ ഈ 5 സ്റ്റാർ എടുക്കുവാണ്. ഇവിടെ എല്ലാ റൂമിലും 5 സ്റ്റാർ ഉണ്ട്. എന്റെ റൂമിലെ ലാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിട്ട് ഒരു 5 സ്റ്റാർ കഴിക്കുന്ന സുഖം അടിപൊളിയാണ്. അതൊന്നും വേണ്ട, അതൊക്കെ തന്നെ കഴിക്കാം. 5 സ്റ്റാർ ലവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. എന്റെ അമ്മയുടെ ഫേവറേറ്റ് ഇന്ത്യൻ ചോക്ലേറ്റ്. വേണ്ട, ഞാൻ കഴിച്ചോളാം. അപ്പൊ പ്രിയനെയും വേദുവിനെയും മേരിയാനൊക്കെ നേരെ അതെ എബ്രഹാം ചേട്ടന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ചേട്ടനാക്കണ്ട അല്ലേ, നമ്മുടെ പ്രായമാണ് കേട്ടാ. നമ്മളെ ഇളയതാണോ? അയ്യോ സോറി കേട്ടാ. അപ്പൊ എബ്രഹാം, പക്ഷെ എനിക്ക് വിളിക്കാൻ തോന്നുന്നില്ല എബ്രഹാം ചേട്ടൻ. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല, ഒരു റെസ്പെക്ടിന്റെ പേരിൽ കരുതിയാൽ മതി. അപ്പൊ എബ്രഹാമിന്റെ വീട്ടിൽ കൊണ്ടിരിക്കുകയാണ്. അമ്മുച്ചേച്ചിയൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓഫ് റോഡിങ്ങിന് പോവാം. അപ്പോൾ കുറച്ച് എക്സ്ട്രീം ആയിരിക്കും. എനിക്ക് ആക്ച്വലി ഭയങ്കര മോഷൻ സിക്നസ്. അപ്പോൾ എൻ്റെ ഒരു ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങും. ക്യാമറ ജെഫ്രിൻ്റെ കയ്യിൽ കൊടുക്കും. എന്തായാലും ഇതൊക്കെ ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാലും ഇതൊക്കെ അറേഞ്ച് ചെയ്യും കേട്ടോ. നോ റോഡ് നോ പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹൈ പ്രൊഫൈൽ ടയേഴ്സ് ഒക്കെ ഇട്ടാണ് തുടങ്ങാൻ പോകുന്നത്. അന്തുവിന് കുഴപ്പമില്ലല്ലോ കുലുക്കം? എനിക്ക് ഭയങ്കര പ്രശ്നം കേട്ടാ. പോരാടാ. ഓഫ് റോഡിങ് തുടങ്ങി. ഭയങ്കര കുലുക്കമാണ്. ഇവർക്കൊന്നും കുഴപ്പമില്ല കുലുക്കം, എനിക്ക് കുറച്ച് പ്രശ്നമാണ്. അതുകൊണ്ട് എനിക്ക് വല്ല അൺകംഫർട്ടബിൾ ആയി അപ്പം ഇറങ്ങും. ട്രാക്ക് കണ്ട, ട്രാക്കൊന്നും ഇല്ലാതെ ഇതാണ് റോഡ്. ഈ ഒരു അറക്കം കണ്ടിട്ട് എനിക്ക് പേടിയാവത്. അതുകൊണ്ട് അത് നിർത്താൻ പറഞ്ഞ. ഇവർക്ക് കുഴപ്പമില്ല. കിട്ടില്ല ഓഫ് റോഡിങ് ആയിരുന്നു. ഇവരുടെ സ്വന്തം ജീപ്പാണ്. സോ ഇത് വേറെ പാക്കേജ് ഒന്നും അല്ല. ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എക്സ്ട്രാ ചെയ്യേണ്ടി വരും. പക്ഷെ അത് ആഡ് ഓൺ ആണ്. റേറ്റ്സ് ഒക്കെ എന്തായാലും ലാസ്റ്റ് പറയാം. പക്ഷെ നമ്മൾ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന സ്ഥലം നോക്ക്. റോഡ് നോക്ക്. ശബരിമല റോഡാ? ശബരിമലയുടെ. അതെ, ശബരിമല. ഇതുവരെ എയർപോർട്ടിന്റെ റൺവേ പോലെ ഉണ്ട്. ഇതൊക്കെ ടൈഗർ റിസർവ് അല്ലേ? ഇതൊക്കെ പെരിയ ടൈഗർ റിസർവാ. എന്തൊരു എക്സ്പീരിയൻസാ. ഹോം സ്റ്റേ ആണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, ഹോട്ടൽസ് കൊടുക്കുന്ന പോലെയാണ് ഇവരുടെ ഓരോ അമ്യൂണിറ്റീസ് ചെയ്യുന്നത്. പക്ഷേ ഹോം സ്റ്റേയിൽ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇറ്റ്സ് എ കേർട്ടസി, നിർബന്ധമല്ല. അത് ഞാൻ എന്തായാലും പറയാം.
അല്ല ഇപ്പോൾ തന്നെ പറയാമല്ലോ ബേസിക്കലി ഇപ്പോൾ നിങ്ങൾ ഫുഡ് സെർവ് ചെയ്യാനൊക്കെ ആണെങ്കിൽ ടൈം എടുക്കും. കാരണം അവർ ഉണ്ടാക്കിക്കൊണ്ട് വരണം. പിന്നെ 10 തവണ അവർ വിളിക്കരുത്. കാരണം അങ്ങനെ വെയിറ്റേഴ്സും റിസപ്ഷനും ഒന്നുമില്ല. സോ നമ്മളും കുറച്ച് കൺസിഡറേറ്റ് ആവുക. അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം വിളിക്കുക. പാത്രം കഴിച്ച് കഴിഞ്ഞാൽ കഴുകി വെക്കാൻ നോക്കുക. അതൊക്കെയാണ് നമ്മൾ Airbnb-യിലൊക്കെ പോയാലും എബ്രോഡൊക്കെ പോയാലും ഞങ്ങളൊക്കെ പോയാലും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അതൊക്കെ ബേസിക് കേർട്ടസിയാണ്. സോ അങ്ങനത്തെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്താൽ ദേ വിൽ ഓൾസോ ബി ഹാപ്പി, യു വിൽ ഓൾസോ ബി ഷോയിങ് ദ റൈറ്റ് മാനേഴ്സ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. സോ റിമെമ്പർ ഇറ്റ്സ് നോട്ട് എ ഹോട്ടൽ. നമ്മുടെ അങ്കമാലിയിൽ ഞാൻ കാണിച്ചതും അങ്ങനെ തന്നെയാണ്. ഇറ്റ്സ് നോട്ട് എ ഹോട്ടൽ, ഹോം സ്റ്റേ ആണ്. പക്ഷേ ഹോം സ്റ്റേസ് താമസിക്കാൻ ശരിക്കും ഒരു വേറെ എക്സ്പീരിയൻസ് ആണ്. പക്ഷേ എല്ലാ ഹോം സ്റ്റേസും ക്ലീനൊന്നും ആവാറില്ല. പക്ഷേ ഞാൻ കാണിക്കുന്നത് എന്തായാലും ഞാൻ അങ്ങനത്തെ നല്ല സ്ഥലങ്ങളെ കാണിക്കുള്ളൂ. ഭയങ്കര ബേസിക് ബാക്ക് പാക്കിംഗ് സ്ഥലങ്ങളൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എന്തായാലും ബ്യൂട്ടിഫുൾ സെറീൻ. ഇവിടെ പൈനാപ്പിൾ ഉണ്ട്. ജെഫ്രിന് വേണമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളാരും പേഴ്സ് എടുത്തിട്ടില്ല. ജെഫ്രി എന്ത് ചെയ്യും പൈനാപ്പിളിന്? ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട പൈനാപ്പിൾ ഭയങ്കര ടേസ്റ്റാണ്. എന്തായി വേറുണ്ടല്ലോ ഏത്? ഓ അങ്ങനെയല്ലേ. ജെഫ്രിൻ ചൂടായി കേട്ടാ. ജെഫ്രിൻ ചൂടായി പൈനാപ്പിൾ എടുത്തേന്ന്. ജെഫ്രി ഇനി ഫുൾ കുലുക്കായിരിക്കും. പൈനാപ്പിൾ 2 മറ്റേ ഒരു 1 കിലോ കഴിച്ചിട്ടുണ്ട്. 5 കഴിച്ചുള്ളൂ. എന്തുവാണോ ഓപ്പോസിറ്റ് ഇരിക്കുന്നത് കേട്ടോ. അത് കഴിച്ചു. അത് കൂടെ ലാസ്റ്റ് ഭയങ്കര ടേസ്റ്റ്, നല്ല ഉപ്പ് രസം. ഞാൻ ഇന്നലെ വാങ്ങിയ സൈക്കിളൊക്കെ വേദു താഴെ ഇട്ട് കിടക്കുവാണ്. വേദു ദിയുടെ ചെരുപ്പൊക്കെ എവിടെയോ കിടക്കുക. അവരിവിടെ ഫുൾ ബഹളമായിരുന്നു എന്ന് തോന്നുന്നു. എങ്ങനെയുണ്ട്? ഗുഡ് ആഫ്റ്റർനൂൺ ആയി. എന്താ വേദുവിന്റെ പരിപാടി? ഹായ് വേദു. ഹായ് ഹായ് ദിയ. ഹായ്. അത് കൊള്ളാം. എന്താ അത്? ശാശയൊന്നും ഇല്ല. എന്തിനാ എപ്പോഴും ശാശ? ഓ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ഒരു സാധനം വാങ്ങിക്കൊണ്ട് വേണ്ടത് ഈ ഒരു കാടമാണ്. ഇത് കാടം ഇവിടെ എസ്റ്റേറ്റ് ആണ്. അവിടുന്ന് പറിച്ച് ഒരു മായോ ഒന്നുമില്ലാതെ ഉള്ളതാണ്. പ്ലാസ്റ്റിക് പാക്ഡ് ആണെങ്കിലും ഇതിൽ നിന്ന് തന്നെ മണത്ത നിങ്ങൾക്കറിയാം, എൻ്റെ സ്മെല്ല് അറിയാൻ പറ്റും. അത്രയും നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് മസ്റ്റായി വാങ്ങിക്കൊണ്ട് പോവാം. ഇവിടെ റാബിറ്റ് ഉണ്ട്, നോക്കിക്കോണേ. ഏതിന് റാബിറ്റ് കണ്ട പാവം, കണ്ട പാവം. അവന് പേടിയൊന്നും ഇല്ല. ഏതോ ആരാള് പാവം പാവം. അങ്ങോട്ട് എടുക്കാം. അങ്ങോട്ട് പോവാം. നൈസ് റാബിറ്റ് ആണ് വേദു. എനിക്ക് ജെഫ്രിന്റെ അടുത്ത് റാബിറ്റിനെ കൊണ്ടുപോകാനൊരു പേടി. അതെന്താന്ന് ആൾക്കാർ കമന്റ് ചെയ്തോളും, അതിലറിഞ്ഞാ മതി. ദിയക്ക് നാണം. ദിയയുടെ പെറ്റിനെയും പാറു എന്നാണ്, വർദ്ധാന്റെ വേദു. പിന്നെ അവളുടെ പേര് അവളെ തന്നെ പറഞ്ഞു. വേദു ഇനി നമുക്ക് റാബിറ്റ് ആയിട്ട് കളിക്കാം. ഓ കണ്ട പാവം പാവം പാവം. ഓ ഒന്നും ചെയ്യില്ല വേദു. ആ കണ്ട പോയി, റാബിറ്റ് പോയി. പോ താന്നോ? അതെന്താ ടോയോ തരാൻ? പാവം പാവം. ദിയ ഉണ്ട്. ദിയക്ക് പേടിയില്ല. കണ്ടാ ദിയ പോന്നോണ്ടാ. പോ ഓടുവോ? വേഗം ഓടുവോ ജീവിതം കൊണ്ട്. ദിയൊക്കെ ഒരു കുഴപ്പമില്ല. സ്പെഷ്യൽ ലഞ്ചാണ്, പോർക്ക് വിന്താൽ. ഇതൊരു സ്പെഷ്യൽ സംഭവമാണ്. ഇത് ഗീ റൈസ് ആയിരിക്കും അല്ലേ? ഗീ റൈസ്, പ്രോൺസ്, പപ്പടം, അച്ചാറ്. ജെഫ്രിനെ കാണാനില്ലല്ലോ. അങ്ങനെ പോകുന്ന ആളല്ലല്ലോ. ഭയങ്കര ശല്യം. വാലന്റൈൻസ് ഡേ ബ്ലോഗ് ഒന്നോടെ ജെഫ്രി വേറെ ലെവലിൽ പോയി. ജെഫ്രി ഫോൺ കോൾ ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ഞങ്ങള് കഴിച്ച് കൈയൊക്കെ കഴുകി. ജെഫ്രി ചോക്ലേറ്റ് ആഡ്, ജെഫ്രി ഡിസേർട്ട്. അത് തൊടണ്ട, ഞാൻ എടുത്തോളാം. എനിക്ക് 2 എണ്ണം ഞാൻ എടുക്കും. പ്രിയ പിന്നെ ചോക്ലേറ്റ് ആയതുകൊണ്ട് കഴിക്കുന്നില്ല എന്ന് പറയാൻ പോയതാ ഞാൻ. അത് എടുത്തോണ്ട് നടക്കുക. കഴിക്കാത്ത ആളാണല്ലോ ചോക്ലേറ്റ്. ക്രീമി ചോക്ലേറ്റ് പുഡിംഗ് ഇഷ്ടമാണ്. ഫുഡിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അന്ന് കൈയൊന്നും കഴുകാതെ തന്നെ തുടങ്ങി ഡിസേർട്ട്. ഫുഡ് കഴിക്കുമ്പോ ഓ കോൺസെൻട്രേഷൻ പോകുന്നു ജെഫ്രിയുടെ.
പെട്ടെന്നായിപ്പോയി. ഉറക്കത്തിന് എന്നെ വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് ഇപ്പൊ ഞങ്ങള് ഇവിടുത്തെ റിസോർട്ടിന്റെ അകത്ത് തന്നെ, ഹോം സ്റ്റേയുടെ അകത്ത് തന്നെയാണ്. വേറെ എവിടെയല്ല, വേറെ എവിടെയും പോകണ്ട. നല്ല സ്പീഡ് ബോട്ടിൽ പോകുന്നുണ്ട്. ജെഫറിനുള്ള കാരണം ഞാനും ഉള്ള കാരണം കുറച്ച് സ്പീഡ് കുറവാണ്, എന്നാലും അത്യാവശ്യം സ്പീഡൊക്കെ ഉണ്ട്. സൈഡ് വരും ഉണ്ട്. പക്ഷെ നോക്കി അടിപൊളിയാണ്. ഫോറസ്റ്റിൽ ഇത് പെരിയാർ റിസർവ് അല്ലേ? പെരിയാർ റിസർവ് ആണ് സൈഡില്. ആ എന്തൊരു ഭംഗിയാ നോക്കിയേ വീട്ടില്. ഓ ഇതിന്റെ അപ്പുറം നിങ്ങൾക്ക് എന്താ എക്സ്പെക്ട് ചെയ്യട്ടെ? പ്രിയ മേതുവിനൊക്കെ ഒന്നും കൂടെ കയറ്റിക്കൊണ്ട് പോണം കേട്ടാ. പെരിയം കയറ്റുമോ മോളെ? കുഴപ്പമില്ലല്ലോ, അവരെഴുന്നേറ്റിട്ട് നമുക്ക് അവരൊക്കെ ആയിട്ട് വരാം. നമ്മളിത് ടെസ്റ്റ് മുങ്ങി പോയില്ലെന്ന് നോക്കാൻ വേണ്ടി ഞങ്ങളെ കൊണ്ടുവന്നത്. അപ്പൊ ഞങ്ങളൊക്കെ ഇത് സേഫ്റ്റി ഒക്കെ വെരിഫൈ ചെയ്തിട്ട് വീണ്ടും തിരിച്ചു പോയിട്ട് പിള്ളേരൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ഓ ആരാ ഓടിക്കുന്നത് നോക്കിക്കേ, ഡ്രൈവർ അന്തു. സ്പീഡൊക്കെ കൂട്ടിക്കൊണ്ടൊക്കെ പോകുന്നുണ്ട്. കാർ ഓടിക്കുന്നല്ലേ ജെഫ്രി? ബെല്ലും ബ്രേക്കൊന്നും ഇല്ലെന്ന്. എന്റെ ഹാർട്ട് ഇടിക്കുന്നു. ഇവിടെ ഉള്ള എല്ലാവർക്കും നീന്താൻ അറിയാലോ അല്ലേ? അപ്പൊ കുഴപ്പമില്ല. അത് നമ്മൾ തമ്മിൽ യാതൊരു വൈരാഗ്യമില്ല. ട്രെയിനിങ് ഒക്കെ വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കാം. പുഷപ്പ് ഒരു 100 അങ്ങനെ ഒരു 50 മതി. പക്ഷെ ഭയങ്കര ഫീലാണ്. ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി വന്നിട്ട് നമ്മളിങ്ങനെ ഒരു ബോട്ടിങ്ങിന് പോകുന്നത് അടിപൊളിയാണ്. അടുത്ത സംഭവം, ഞാൻ ക്യാമറമാനാണ്. ഞാൻ ബോട്ടിലിരുന്ന് ഒരു വീഡിയോ എടുക്കാൻ പോവാണ്. എന്തായാലും അത് നിങ്ങൾ നിങ്ങൾ ഈ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. കാരണം ഇടയ്ക്കിടയ്ക്ക് ഓരോ ചെറിയ നല്ല സംഭവങ്ങൾ കാണും. അപ്പോൾ എന്താണെന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്താ റെഡി ആവുന്നുണ്ട് ഇവിടെ സംഭവം. സർപ്രൈസ് വരുന്നുണ്ട്. നല്ല സ്പീഡാണല്ലോ രണ്ടുപേർക്കും. കയാക്കിങ്, ഇതിന്റെ അകത്ത് കയാക്കിങ് ഉണ്ട് ഗൈസ്. കയാക്കിങ് ഭയങ്കര സ്പീഡ് രണ്ടുപേർക്കും. ഇതെന്താ വല്ല ഒളിമ്പിക്സിന് പോകണോ? കല്ലിലേക്ക് പോലെ ഇടിക്കരുത് കേട്ടാ. കയാക്കിങ് ഒക്കെ ഇവിടെ ചീപ്പാണ്. നമുക്ക് ടൈമിംഗ് ഒന്നുമില്ല. 500 രൂപയുള്ളൂ രണ്ടുപേർക്ക്. എത്ര നേരം വേണമെങ്കിലും കയാക്ക് ചെയ്യാം. അടിപൊളിയല്ലേ? മീനല്ലേ ചാടിയേ? ജെഫ്രി വെറുതെ ഇരിക്കുകയാണ്. എന്തേ അടുപ്പിക്കാൻ പറ്റുമോ? ഒരു സിങ്ക്രണൈസേഷനും ഇല്ല. രണ്ടുപേരും ലെഫ്റ്റ്. ഓ അങ്ങനെ, അതാണോ? മതിയായില്ലേ? ടയർഡായില്ലേ? ജെഫ്രി കഥയ്ക്കുന്നുണ്ട്. കയാക്കിംഗ് ഒക്കെ കുറച്ചു നേരം ചെയ്തു. ഇനി വേദും പ്രിയൊക്കെ എഴുന്നേറ്റ് വന്ന ലേറ്റ് ആയില്ലെങ്കിൽ അവരെയും കൊണ്ട് ബോട്ടിങ് പോകും. പക്ഷെ ഇനി ഈ പാറപ്പുറത്തൊക്കെ ഇരുന്ന് കാലൊക്കെ വെള്ളത്തിൽ മുക്കിയിട്ട് വലിയ തണുപ്പില്ലെങ്കിൽ കാലും ഫുള്ളായിട്ട് എടുത്ത് ചാടാം. ആഴവും ഇല്ല, വലിയ ഒഴുക്കൊന്നുമില്ല. എക്സാക്ട്ലി നമ്മുടെ ഈ ഹോം സ്റ്റേയുടെ അകത്ത് തന്നെയാണ് നല്ല ഒരു ഏരിയ. സോ ഞാൻ പറഞ്ഞില്ല, എല്ലാം നമ്മുടെ ട്രീ ഹൗസ് നിങ്ങൾക്ക് കാണാം. കണ്ട ട്രീ ഹൗസിൽ നിന്ന് നേരെ ഇങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ കിഡിലും വൈബല്ലേ. ഓ ഞാൻ വെള്ളത്തിൽ കുളിച്ചിട്ടേ ഇല്ല, പക്ഷെ തണുപ്പ് ഭയങ്കര റെസംബ്ലൻസ് അവിടുത്തെ. ജെഫ്രിക്ക് പുഴന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനാണ്. ജെഫ്രി ഇപ്പൊ ഒരു മുങ്ങൽ നീന്ത. ജെഫ്രി ഇപ്പൊ ഒരു ഹീറോ തന്നെയാണ് കേട്ടാ. പുഴയൊന്നും ആഴം ഒന്നിനും ഒരു പേടിയില്ലാത്ത ആളാണ് ജെഫ്രി. സ്റ്റൈൽ ചെയ്യുന്നു. ഇത് മറ്റേ ഈ പെങ്കുഞ്ഞിനാ മ്യൂസിക് ഇടണം ബാക്ക്ഗ്രൗണ്ട്. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇട്ടാര്. എന്തായാലും ഈ ഒരു ആമി കേട്ടോ, നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. എന്ത് രസം നോക്ക്. ആഴവും ഇല്ല കേട്ടാ, നമുക്ക് നിക്കാം. ഇല്ല, ഇവിടുന്ന് നമ്മുടെ ആ പാറയൊക്കെ കാണുന്ന ആ ഫുൾ ഏരിയ നമ്മുടെ മാത്രമാണ്. എന്തൊക്കെ ചെയ്തു ഇന്നലെ? ഓഫ് റോഡിങ്, പോർക്ക് ഫുഡ്, ഉച്ചക്ക് പോർക്ക്. ഇത് കഴിഞ്ഞിട്ട് ഫുഡില്ല കേട്ടാ. അങ്ങനെയാ. ആദ്യത്തെ ദിവസം ഉള്ളൂ, ആദ്യത്തെ ദിവസം മാത്രമേ ഉള്ളൂ ഈവനിങ് സ്നാക്സ്. സെക്കൻഡ് ഡേ ആകുമ്പോ സ്നാക്സ് ഇല്ല. എനിക്ക് ഭയങ്കര തണുക്കുന്നത്. ഞാൻ കാലിങ്ങനെ മുക്കി ഇരുന്നോളാം. അയ്യോ വേണ്ട, ഒഴിക്കല്ലേ ഒഴിക്കല്ലേ, ക്യാമറ കേടോ. കുഴപ്പമില്ല അല്ലേ, എന്നാ ഞാനും ഇറങ്ങട്ടെ. തണുപ്പാന്ന് പറഞ്ഞിട്ട് ഇവരെന്നെ ഇറക്കി. കാരണം അത്രയും അടിപൊളിയാന്ന് വെള്ളം. അത് ഇറങ്ങിക്കഴിയുമ്പോൾ മനസ്സിലായത് ഭയങ്കര സുഖം കേട്ടാ. ഇവിടുന്ന് പൊങ്ങിയാ തണുക്കും, വെള്ളത്തിന് അടിയിൽ തന്നെ ഇരിക്കണം. അതാണ് ഒരു പ്രശ്നം. ഈ ജെഫ്രിനാണ് എല്ലാ വെള്ളം കണ്ടെങ്കിൽ അപ്പ ചാടണം. അല്ല ഇതിനായിട്ട് ആപ്പി ഫിസ് കുടിക്കണ്ടേ? ആപ്പിൾ ജ്യൂസ് അല്ല, ആപ്പി ഫിസ് ഉണ്ടോ?
ഇവിടെ ഹാപ്പി ഫീസ് ഉണ്ടോ? ഹാപ്പി ഫീസ് ഉണ്ടല്ലോ അല്ലേ? അതാണ് നമ്മുടെ മെയിൻ സാരഥി എബ്രാഹിം ചേട്ടൻ. അതെ, ജെഫ്രിയുടെ ഫുൾ സപ്പോർട്ട് എബ്രാഹിം ചേട്ടൻ. ട്രെയിനർ ആയിപ്പോയി, ഇപ്പൊ ട്രെയിനറാണ് ഇവിടുത്തെ. ജെഫ്രിനും ട്രെയിനർ. എന്റെ കയാക്കിംഗ് എബ്രാഹിം ചേട്ടനാണ്. 2 കൊല്ലമായി. ഹായ് ഗായ്സ്, അപ്പോൾ നല്ല കിടിലൻ ഡിന്നർ ആയിരുന്നു. കൊത്തു പൊറോട്ട ഒക്കെ അടിപൊളിയായിരുന്നു. ഇപ്പോൾ സമയം ഏകദേശം 12 മണിയായി. നല്ല വെതർ, ഒരു 20 ഡിഗ്രീസ്. അപ്പോൾ പ്രിയ ഇറങ്ങി, വേദു ഇറങ്ങി, മേരിയാൻ ഇറങ്ങി, ദിയ ഇറങ്ങി. ഞങ്ങൾ പതുക്കെ വെളിയിൽ വന്നു. ഇത് ഞങ്ങള് ജെഫ്രിനും മാനും മാത്രം ഇറങ്ങിയില്ല, കമ്പനി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ജെഫ്രിന് കമ്പനി കൊടുക്കാൻ വന്നു. ജെഫ്രിനെ ഒരു കപ്പാസിറ്റി ഇല്ല കേട്ടാ, വെറുതെയാണ്. ഉറക്കം പോലും നിൽക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ഞാനും എന്തൊക്കെ ഒരു 4 മണി 5 മണി വരെ നല്ല സൂപ്പറായി നിൽക്കും. എന്നാ പുറത്തേക്ക് ഇറങ്ങാം. അപ്പൊ എന്തായാലും ജെഫ്രിനെ ഉണ്ട്, ഏറ്റവും തടത്തെടുത്തിരിക്കുന്ന ആള് ജെഫ്രിനാണ്. അപ്പൊ എന്തായാലും നാളെ കാണാം. നാളെ നമ്മൾ ഇവിടുന്ന് നമ്മുടെ ട്രിപ്പ് അവസാനിക്കുന്നില്ല, ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അപ്പൊ എന്തായാലും നാളെ കാണാം. ബൈ. ഹായ് ഗായ്സ്, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ട്രീ ഹൗസിൽ നിന്ന് പോവാണ്, പക്ഷെ നോവാസ് നെസ്റ്റിൽ നിന്ന് പോവാണ്. ഞാനും വേദും കറക്റ്റ്. വേദു നല്ല റിഫ്രഷ് ആയിട്ട് നന്നായി ഉറങ്ങിയിട്ട് നേരത്തെ എഴുന്നേക്കുന്നുണ്ട്, നേരത്തെ കിടക്കുന്നുണ്ട് ടയർഡ് ആയതുകൊണ്ട്. വേദു ദിയയുടെ കോട്ടേജിലേക്ക് പോയിന്റ് ചെയ്യാണ്. എനിക്ക് തോന്നുന്നില്ല അവർ എഴുന്നേറ്റിട്ടുണ്ട്. രാവിലെ ജെഫ്രിയാണ് എന്നെ വിളിച്ച് എഴുന്നേപ്പിച്ചത്, ഭയങ്കര വിശപ്പ് എന്ന് പറഞ്ഞ്. അപ്പോൾ ഫുഡ് ഇവിടെ കൊണ്ടുവന്നു. ജെഫ്രി അവിടെ നിന്ന് ഇവിടം വരെ നടന്നു വരുമ്പോൾ വിശപ്പ് കൂടും. അപ്പോൾ ജെഫ്രിക്ക് ഉള്ളത് റെഡി ആക്കട്ടെ. ജെഫ്രി, ഫുഡ് ഇവിടെയാണ്. വന്നോ, വാ. ജെഫ്രി വരുന്നുണ്ട്. ആൻഡ് ജസ്റ്റ് സീ എവറി ഡേ വേക്കിംഗ് അപ്പ് ടു ദിസ് പ്ലേസ്. ഇതൊരു സ്ഥലം എന്തായാലും ഐ എം ഷുവർ ഈ വ്ളോഗ് വന്നു കഴിയുമ്പോൾ ഒരുപാട് പേര് ഇങ്ങോട്ട് വരും. ആൻഡ് ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല. ബട്ട് ഞാൻ പറഞ്ഞ പോലെ കീപ് യു എക്സ്പെക്ടേഷൻസ് റിയൽ. ഇത് ഹോട്ടലല്ല, ഇറ്റ്സ് എ ഹോം സ്റ്റേ. അവർക്ക് പറ്റുന്ന രീതിയിലൊക്കെ അവർ സർവ് ചെയ്യും. ഇറ്റ്സ് എക്സ്ട്രീംലി ഹൈജീനിക്. ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ആൻഡ് ഫുഡൊക്കെ നിങ്ങൾക്ക് എന്ത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇല്ലെങ്കിൽ പോലും ഇവിടെ അടുത്ത് കുറച്ച് നല്ല ഹോട്ടൽസ് ഒക്കെ ഉണ്ട്. അവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് അത് സോഴ്സ് ചെയ്ത് തരും. സോ ഫുഡിൻ്റെ കാര്യത്തിലൊന്നും വെറിയേണ്ട ആവശ്യമില്ല. വണ്ടിപ്പെരിയാർ ടൗണിൻ്റെ തൊട്ടടുത്താണ്. ആൻഡ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ഓവർ ഹിയർ. എനിക്കത് മഴക്കാലത്ത് നല്ല ഭംഗിയായിരിക്കും തോന്നുന്നു. അധികം വെളിയിലൊന്നും പോകാൻ പറ്റിയില്ലെങ്കിലും ഇതിൻ്റെ അകത്ത് തന്നെ ഇരുന്നാൽ മതിയല്ലോ. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് മസാല ദോശയാണ്. അപ്പോൾ അത് കഴിക്കട്ടെ. ജെഫ്രി വരട്ടെ, ജെഫ്രിൻ്റെ റിയാക്ഷൻ നോക്കാം. അപ്പോൾ അതെ, ജെഫ്രി മെഷറിന് എത്തിയിട്ടുണ്ട്. ജെഫ്രി എന്താണെന്നറിയോ, കുറച്ച് തണുത്തു പോയി തോന്നുന്നു, കുറച്ച് നേരമായി. പക്ഷെ മസാല ദോശയാണ്. ഓ, ജെഫ്രിയുടെ ആ സന്തോഷം നോക്ക്. വേദോ, ജെഫ്രിക്ക് എന്താ ഉമ്മ കൊടുക്കാത്ത? വേദു ഇല്ല, ഇന്ന് വേദുവിന് ഉമ്മ വേണ്ടെന്ന്. ഒരു ഉമ്മയും കൊടുത്ത, ഒരു ഉമ്മയും കൂടെ. ഹഗ് ചെയ്ത ഉമ്മ, ഹഗ് ചെയ്ത ഉമ്മതാ. ഇന്നതും ഭയങ്കര സ്നേഹം. രാവിലെ നന്നായി ഉറങ്ങി നന്നായി കളിക്കുന്നതിൻ്റെ ഒക്കെ സന്തോഷമാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുവാണ് നോവാസ് ട്രീ ഹൗസിന്. അപ്പോൾ എന്ത് പറയാൻ, നിങ്ങളെല്ലാം കണ്ടു. എനിക്ക് ആകെ കൂടെ പറയാനുള്ളത്, ഇത് ഒബ്വിയസ്ലി അതിൻ്റെ കസിൻസൊക്കെ ആയതുകൊണ്ട് നമുക്ക് റേറ്റ്സിൻ്റെ കാര്യത്തിലൊക്കെ സംസാരിക്കാം. പക്ഷെ ഓൾറെഡി ഇത് പോകുന്നത് 3500, 3600 അല്ലെങ്കിൽ 3300 വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഫോർ 2 people ആണ് ഏത് ട്രീ ഹൗസ് എടുത്താലും. പക്ഷെ എന്തായാലും നിങ്ങൾക്ക് ബിലോ 3000 തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അൺലെസ് ദർ ഇസ് ഫുൾ ഭയങ്കര ബുക്കിംഗ് ഒന്നും ഇല്ലെങ്കിൽ. സോ ജസ്റ്റ് വിളിക്കുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പർ കൊടുക്കാം. ആൻഡ് വിളിക്കുക, OHF സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് പറയാം. 100% നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. ആൻഡ് ബിലോ 3000 ഫോർ 2 people ഇങ്ങനത്തെ ഒരു ലൊക്കേഷനിൽ ഐ ഫീൽ ഇറ്റ്സ് എ ഭയങ്കര ഒരു സ്റ്റീൽ പ്രൈസ് ആണ്. ഇറ്റ്സ് ആക്ച്വലി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പ്രൈസാണ്. കാരണം ഇങ്ങനത്തെ ഒരു ലൊക്കേഷനിൽ പെരിയാറിൻ്റെ തീരത്തിൽ ട്രീ ഹൗസിൽ ഇത്രയും ലക്ഷറി ആയിട്ടുള്ള ഒരു ട്രീ ഹൗസിൽ, അത് 3 ട്രീ ഹൗസേ ഉള്ളൂ. സോ അത്രയും പ്രൈവസി കൂടെ ഉള്ളിടത്ത് വളരെ ഒരു കിടിലൻ ഡീലാണ്. സോ കം ആൻഡ് എൻജോയ് ഹിയർ. ആൻഡ് എൻ്റെ ഫീഡ്ബാക്ക് നിങ്ങളെന്നെ അറിയിക്കുക. ആൻഡ് ഐ എം ഷുവർ യു ഗൈസ് വിൽ ലവ് ഇറ്റ്. അപ്പോൾ നമ്മുടെ ജേർണി കഴിഞ്ഞിട്ടില്ല, ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അതിപ്പം അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ഞാൻ പറയാതെ തന്നെ ബൈ പറഞ്ഞ ബൈ ബൈ. ഏതെല്ലാം പഠിച്ചു വരുന്നുണ്ട്. ബൈ. ഒരു ഫ്ലൈങ് കിസ് കൊടുക്ക്. എനിക്കല്ല, അവിടെ ഫ്ലൈങ് കിസ് കൊടുക്ക്. ബൈ.